നമസ്കാരം. സമയം മലയാളം ദ ഇൻഫോ ഷോയിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും കേട്ടിരിക്കുന്ന ഒരു പരസ്യവാചകമായിരിക്കും ഓർഡർ ചെയ്താൽ 10 മിനിറ്റിനുള്ളിൽ സാധനങ്ങൾ വീട്ടിലെത്തുമെന്നുള്ളത്. കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ നഗരങ്ങളിൽ തരംഗമായ ബ്ലിങ്കിറ്റിന്റെ വാഗ്ദാനമായിരുന്നു ഇത്. എന്നാൽ ഇനി മുതൽ ഈ വാചകം കേൾക്കണമെന്നില്ല. കാരണം അവർ ആ പരസ്യവാചകം പിൻവലിച്ചു. ഓർഡർ ചെയ്തവർക്ക് വേഗത്തിൽ സാധനം എത്തിച്ചു നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബ്ലിങ്കിറ്റ്. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം തങ്ങളുടെ പ്രശസ്തമായ 10 മിനിറ്റ് ഡെലിവറി എന്ന വാഗ്ദാനം ഉപേക്ഷിച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഡെലിവറി ജീവനക്കാരുടെ സുരക്ഷയെയും ക്ഷേമത്തെയും കുറിച്ചുള്ള ആശങ്കകളാണ് ഇതിന് കാരണം. ഇ കൊമേഴ്സ് പ്രതിനിധികളുമായി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ഈ സുപ്രധാന തീരുമാനം. 10 മിനിറ്റിൽ ഡെലിവറി എന്ന വാഗ്ദാനം ഒഴിവാക്കാൻ ബ്ലിങ്കിറ്റ്, സ്വിഗ്ഗി, സൊമാറ്റോ, സെപ്റ്റോ തുടങ്ങിയ ഇ കൊമേഴ്സ് സ്ഥാപന പ്രതിനിധികളോട് തൊഴിൽ മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ബ്ലിങ്കിറ്റ് 10 മിനിറ്റ് ഡെലിവറി എന്ന വാഗ്ദാനം ഉപേക്ഷിച്ചു. മുൻപ് 10,000-ലധികം ഉൽപ്പന്നങ്ങൾ 10 മിനിറ്റിനുള്ളിൽ എത്തിക്കുന്നു എന്നായിരുന്നു പരസ്യം. നിലവിൽ 30,000-ൽ-അധികം ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എത്തിക്കുന്നു എന്നാക്കി പരസ്യം മാറ്റി. സമയബന്ധിതമായ ഡെലിവറി എന്നതിൽ നിന്ന് അവർ മാറിയിരിക്കുന്നു. എന്നാൽ സ്വിഗ്ഗി, സെപ്റ്റോ കമ്പനികൾ നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എന്തായിരിക്കും ഈ നിർണായക തീരുമാനത്തിന് പിന്നിലെ കാരണം? നമുക്ക് നോക്കാം. ഡെലിവറി ജീവനക്കാരുടെ സുരക്ഷയെയും ക്ഷേമത്തെയും കുറിച്ചുള്ള ആശങ്കകളാണ് വിഷയത്തിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ നേതൃത്വത്തിൽ നടന്ന കൂടിക്കാഴ്ചകൾക്ക് ശേഷമാണ് സർക്കാർ വിഷയത്തിൽ ഇടപെട്ടത്. ഇതിനെ തുടർന്നാണ് കമ്പനികൾ പരസ്യങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഡെലിവറി സമയത്തെക്കുറിച്ചുള്ള ഉറപ്പുകൾ ഒഴിവാക്കാൻ സമ്മതിച്ചത്. ജീവനക്കാരുടെ സുരക്ഷയും തൊഴിൽ സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇ കൊമേഴ്സ് കമ്പനികളും കേന്ദ്ര തൊഴിൽ മന്ത്രാലയവും തമ്മിൽ ചർച്ച നടത്തി. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ സാധനങ്ങൾ എത്തിക്കാമെന്നുള്ള സമ്മർദ്ദം ഡെലിവറി ചെയ്യുന്ന ജീവനക്കാരിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മന്ത്രാലയം ആശങ്ക അറിയിച്ചിരുന്നു. ഡെലിവറി പങ്കാളികൾക്ക് സുരക്ഷിതമായ തൊഴിൽ സാഹചര്യങ്ങൾ, മെച്ചപ്പെട്ട സുരക്ഷ, ക്ഷേമ നടപടികൾ എന്നിവ ഉറപ്പാക്കാൻ മന്ത്രാലയം കമ്പനിയുമായി സംസാരിച്ചു. ബ്ലിങ്കിറ്റ് അവരുടെ പരസ്യവാചകം പിൻവലിച്ചു. എന്താകും സ്വിഗ്ഗി, സെപ്റ്റോ കമ്പനികളുടെ തീരുമാനം? നോക്കാം. 10 മിനിറ്റ് ഡെലിവറി എന്ന വാഗ്ദാനം ബ്ലിങ്കിറ്റ് ഒഴിവാക്കിയെങ്കിലും സ്വിഗ്ഗി, സെപ്റ്റോ തുടങ്ങിയ മറ്റ് കമ്പനികൾ നിലപാട് അറിയിച്ചിട്ടില്ല. സ്വിഗ്ഗി, സെപ്റ്റോ കമ്പനികളും സമാനമായ ഡെലിവറി, അതുപോലെ സമാനമായ വാഗ്ദാനങ്ങൾ എന്നിവ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. അനുകൂല നിലപാടാണ് ഈ കമ്പനികൾ സ്വീകരിച്ചിരിക്കുന്നത്. 2025 ഡിസംബർ 31 ഡെലിവറി ജീവനക്കാർ നടത്തിയ രാജ്യവ്യാപകമായ സമരം ഈ വിഷയത്തിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു. 10 മിനിറ്റ് ഡെലിവറി ആശയത്തിനെതിരായിരുന്നു പ്രതിഷേധം. ആരോഗ്യ പ്രശ്നങ്ങൾ, റോഡ് സുരക്ഷ, വരുമാനം എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ ജീവനക്കാർ സമരത്തിൽ പങ്കുവച്ചു. അതിവേഗ ഡെലിവറി വാഗ്ദാനങ്ങൾ ഒഴിവാക്കണമെന്ന് തൊഴിലാളി യൂണിയനുകളും ആവശ്യപ്പെട്ടിരുന്നു. എങ്കിലും വാഗ്ദാനം തുടരുന്ന ഏതാനും കമ്പനികളും ഉണ്ട്. ബ്ലിങ്കിറ്റ് അവരുടെ എല്ലാ പ്രചരണങ്ങളിൽ നിന്നും 10 മിനിറ്റ് ഡെലിവറി വാഗ്ദാനം നീക്കം ചെയ്തെങ്കിലും സെപ്റ്റോ, ഇൻസ്റ്റാമാർട്ട്, ബിഗ് ബാസ്ക്കറ്റ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളുടെ ആപ്പ് സ്റ്റോറുകളിലും ഇപ്പോഴും 10 മിനിറ്റ് ഡെലിവറി എന്ന വാഗ്ദാനം തുടരുകയാണ്. എന്നാൽ 10 മിനിറ്റ് ഡെലിവറി വാഗ്ദാനം ജീവനക്കാരെ അപകടകരമായ രീതിയിൽ ഓടിക്കാൻ പ്രേരിപ്പിക്കുന്നില്ലെന്ന് ബ്ലിങ്കിറ്റിന്റെ മാതൃകാ കമ്പനിയായ എറ്റേണൽ ഗ്രൂപ്പിന്റെ CEO ദീപീന്ദർ ഗോയൽ പറഞ്ഞു. വേഗത്തിലുള്ള ഡെലിവറി സാധ്യമാക്കുന്നത് സ്റ്റോറുകൾ ഉപഭോക്താക്കൾക്ക് അടുത്തായതുകൊണ്ടാണെന്നും ജീവനക്കാർ വേഗത്തിൽ ഓടിക്കണമെന്നുള്ള നിർബന്ധം കൊണ്ടല്ലെന്നും അദ്ദേഹം എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റിൽ പറഞ്ഞു. കൂടാതെ 2026 ഏപ്രിൽ 1 മുതൽ നടപ്പിലാക്കാൻ പോകുന്ന പുതിയ ലേബർ കോഡുകൾ പ്രകാരം ഗിഗ് വർക്കർമാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ഗിഗ് വർക്കർമാർക്ക് മിനിമം വേതനം ഉറപ്പാക്കും. ഇൻഷുറൻസ്, അപകട നഷ്ടപരിഹാരം തുടങ്ങിയ ആനുകൂല്യങ്ങൾ ലഭിക്കും. കമ്പനികൾ ലാഭത്തിന്റെ ഒരു വിഹിതം തൊഴിലാളിയുടെ സാമൂഹിക സുരക്ഷാ ഫണ്ടിലേക്ക് നൽകേണ്ടി വരും. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.